ഹലോ ഡിയേഴ്സ്, നമുക്ക് കുറച്ച് കേക്കുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഇപ്പോൾ ഈ കാണുന്നതെന്ന് വെച്ചാൽ കുറച്ച് പ്ലം കേക്കും പിന്നെ നമ്മളുടെ ക്രീം കേക്കും ഒക്കെയാണ്. ഇത്രയും കേക്ക്സേ ഉണ്ടായിരുന്നുള്ളൂ. നേരത്തെ ഓർഡർ വന്നതെന്ന് പറയാനായിട്ട് ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇതെല്ലാം അങ്ങോട്ട് നേരത്തെ റെഡിയാക്കി വെച്ചു കേട്ടോ. കുറച്ച് ദൂരെ ഡെലിവറി ഉള്ളതും പിന്നെ 2 ടയറൊക്കെ ആയതുകൊണ്ടിട്ട് നന്നായിട്ട് സെറ്റ് ആവാനായിട്ട് നമ്മളിതെല്ലാം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങോട്ട് സംഭവിച്ചതെന്ന് വെച്ചാൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് കുറച്ച് കേക്കുകൾ ഇങ്ങനെ വന്നു കേട്ടോ. കൂട്ടത്തിൽ മഴയും കൂടി ആയപ്പോഴേക്കും കറണ്ട് പോക്കും എല്ലാം കൂടിയിട്ട് നമ്മൾ ആകെ വലഞ്ഞു പോയി. അപ്പോൾ പിന്നെ വന്ന കേക്ക്സൊക്കെ എല്ലാം ഓർഡർ എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് പെട്ടെന്ന് മഴ വന്നു, കറണ്ട് പോകാൻ തുടങ്ങി, ഇടയ്ക്ക് വന്നു, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായി കേട്ടോ. പക്ഷെ നമ്മൾ എന്തായാലും എല്ലാ കേക്കും കൊടുത്ത് തീർത്തു, അതൊരു സമാധാനമാണ്. അപ്പോൾ ഇതൊരു ടേബിൾ സെറ്റിംഗ് ആയിരുന്നു കേട്ടോ. ഒരു 2 kg ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് ആയിരുന്നു. പിന്നെ ബാക്കി സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിസൈൻ തന്നിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് കളർ കോമ്പിനേഷൻ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു പൗഡർ ബ്ലൂ ഷെയ്ഡിൽ ഇങ്ങനെ പോയിട്ട് വൈറ്റും അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ബ്രൈറ്റായിട്ട് കൊടേന്ന് കരുതിയിട്ട് ബ്ലൂ ഒന്ന് കുറച്ചുകൂടി അങ്ങോട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് ബോർഡറിലായിട്ട് കുറച്ചുകൂടെ ലൈറ്റായിട്ടൊരു ബ്ലൂ കൊടുത്തു. അങ്ങനെ കേക്ക് റെഡിയാക്കി. പിന്നെ ഈ ഡിസൈൻ എന്ന് പറയുന്നത് എൻ്റെ തലയിൽ കുറച്ച് നാളായിട്ട് ഇങ്ങനെ കിടന്നിരുന്നതാണ് കേട്ടോ. നമ്മൾ കുറേ ഡിസൈൻസ് നമുക്ക് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ. അപ്പോൾ ഈ ഡിസൈൻ ഞാൻ ഒരുപാട് പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ബർത്ത്ഡേ എന്നൊക്കെ പറയുമ്പോഴേക്കും കൂടുതൽ ആളുകൾ ഇങ്ങനെ കാർട്ടൂൺ ക്യാരക്ടേഴ്സൊക്കെ ആണല്ലോ കുട്ടീസിൻ്റെ ബർത്ത്ഡേക്കൊക്കെ എടുക്കുന്നത്. അങ്ങനെ ആരും എടുക്കാതെ വെച്ചൊരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഇവരങ്ങനെ പ്രത്യേകിച്ച് ഒരു ഡിസൈൻ പറയാതെ എനിക്ക് അങ്ങോട്ട് വിട്ടു തന്നപ്പോഴേക്കും, അതും ഫസ്റ്റ് ബർത്ത്ഡേ ആയതുകൊണ്ടിട്ടും പിന്നെ എക്സ്ട്രാ റേറ്റൊന്നും എടുക്കാതെ ചെയ്യുന്നതായതുകൊണ്ടും ഞാനിത് അങ്ങോട്ട് സെലക്ട് ചെയ്തു കേട്ടോ. അങ്ങനെയാണ് ഞാനിത് ചെയ്യുന്നത്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഡിസൈനാണ് കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്, പക്ഷേ കസ്റ്റമർക്ക് ഇഷ്ടമായി കേട്ടോ. പിന്നെ ഏകദേശം എൻ്റെ കോലം കാണുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ നല്ല മഴ നനഞ്ഞാണ് കേട്ടോ അവിടെ എത്തിയിരിക്കുന്നത്. നല്ല മഴയായിരുന്നു. പ്രതീക്ഷിക്കാതെ വന്ന മഴയിലാണ് നമ്മൾ പെട്ടുപോകുന്നത് കേട്ടോ. ഒരുപാട് ദൂരം ഉണ്ടായിരുന്നില്ല. ഞാൻ കുമ്പളങ്ങി, ഇത് പെരുമ്പടപ്പ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഏകദേശം ഒരു 5-6 കിലോമീറ്റർ ഡിഫറൻസേ ഉള്ളൂ. പക്ഷേ മഴ വന്നപ്പോഴേക്കും നമ്മളുടെ ആ ഒരു ഫുൾ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചതെല്ലാം അങ്ങോട്ട് മാറി കേട്ടോ. പിന്നെ ഒരു വിധത്തിലാണ് നമ്മൾ എത്തുന്നത്. എന്തായാലും സംഭവങ്ങളെല്ലാം വെച്ചു സെറ്റാക്കി സമാധാനമായിട്ട് പോകുന്നു. അവിടെ മഴ ആയതുകൊണ്ട് തന്നെ അധികം ആൾക്കാരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഞാൻ പെട്ടുപോയാനെ. അങ്ങനെ അത് റെഡിയാക്കി കേട്ടോ. പിന്നെ അടുത്ത കേക്ക് എന്ന് പറയുന്നത് ഒരു ബാപ്റ്റിസം കേക്കായിരുന്നു. നമ്മൾ അവിടെ പോയിട്ടാണ് ഇതൊക്കെ എല്ലാം വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ക്യാമറ ഒരിടത്ത് ഫിക്സ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് അതിൻ്റെയും വീഡിയോ നമ്മളുടെ കയ്യിൽ നിന്നല്ല, വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഈ കേക്കുകളെല്ലാം പെട്ടെന്ന് വന്ന കേക്കുകളാണ് കേട്ടോ. അപ്പോൾ നമ്മളിതെല്ലാം ബേക്ക് ചെയ്തു, ക്രം കോട്ട് ചെയ്തു വെച്ചു. പിന്നെ ഫൈനൽ ഫിനിഷിങ്ങിൻ്റെ ടൈമിലാണ് എടുക്കുന്നത്. ഇടയ്ക്കൊക്കെ കറണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മളെ ടെൻഷൻ ആക്കുന്നത് കേട്ടോ. കാരണം നമുക്ക് ഈ കേക്കൊക്കെ ഒന്ന് സെറ്റ് ആവാനുള്ള സമയം വേണമല്ലോ. ഇതും ഒരു കറണ്ട് പോയതാണ് കേട്ടോ. സെറ്റ് ആവാനുള്ള സമയം വേണമല്ലോ. അപ്പോൾ കറണ്ട് പോകുമ്പോഴേക്കും ഞാൻ ആ ഫോണിൻ്റെ ഫ്ലാഷ് ഓണാക്കി വെച്ചിട്ട് ഫ്രീസറിലേക്ക് അങ്ങോട്ട് കയറ്റി വയ്ക്കും. അപ്പോൾ ഇതങ്ങനെ നമ്മൾ സെറ്റായിട്ട് എടുത്തതാണ്. നമ്മളിങ്ങനെ സ്പീഡിൽ കാണിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കൊന്നും തോന്നാത്തതാണ് കേട്ടോ. നല്ല സമയമുണ്ട്, നല്ല ഗ്യാപ്പുണ്ട്. ഇപ്പോൾ കാണിച്ച എല്ലാത്തിനും ഇടയ്ക്ക് നല്ല ഗ്യാപ്പുണ്ട്. ഇതിപ്പോൾ കൊടുക്കുന്നതിനൊരു 3/4 മണിക്കൂർ മുന്നേ ആണ്, ഈവനിങ് ആണ് ഞാനിപ്പോൾ ഇതൊക്കെയെല്ലാം ചെയ്ത് വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ ഡിസൈനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വൈറ്റ് ഫോറസ്റ്റ് കേക്കും ആയിരുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് കുറച്ച് ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ അതങ്ങനെ കുറച്ച് ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുവാണ് കേട്ടോ. പിന്നെ ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ലീഫ് വെച്ച് കൊടുക്കും, ചിലപ്പോൾ ഇങ്ങനെ ബഡ്സ് പോലെ ചെയ്യും. അത് ഓരോ സമയത്തും നമുക്ക് തോന്നുന്ന പോലെയാണല്ലോ. ചിലരൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട് ഇത് എന്താണെന്ന്. അത് ചിലപ്പം ഒരു ലീഫ് വെച്ചാലാണ് ഭംഗിയെന്ന് തോന്നുമ്പോഴേക്കും ലീഫ് വെച്ച് കൊടുക്കും. ചിലപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു ബഡ്സ് പോലെയാണ് ഭംഗിയെന്ന് തോന്നുമ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കും. അത് ഓരോ സമയത്തേയും തോന്നലനുസരിച്ചിട്ട് ഡിസൈൻ വരുന്നതാണ് കേട്ടോ. ഇങ്ങനെ പ്ലാൻ ചെയ്ത് ചെയ്യുന്നതല്ല. ഡിസൈനൊന്നും നമ്മളുടെ മുന്നിലില്ല, അപ്പോൾ തോന്നിയ ഡിസൈൻസാണ് മിക്കപ്പോഴും ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ.
ഇങ്ങനെ വൈറ്റ് ഫോറസ്റ്റ്, ബ്ലാക്ക് ഫോറസ്റ്റ് ഒക്കെ എടുക്കുന്ന കസ്റ്റമേഴ്സ് മിക്കവരും നമുക്ക് തന്നെയാണ് ഡിസൈൻ വിട്ട് തരുന്നത്. അപ്പോൾ അതങ്ങനെ സിമ്പിളായിട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ അടുത്തത് വന്നിട്ട് ഒരു ഡോറ തീം കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ റെയിൻബോ ഷെയ്ഡ് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ നമ്മളുടെ ഡോറയുടെ പ്രിൻറ്റും കാര്യങ്ങളും ഒക്കെ വരുന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു റെയിൻബോയുടെ കളറ് കൊടുത്തു. പിന്നെ ഈ കളർ കൊടുക്കുന്നതൊക്കെ നമ്മളിതിന് മുന്നേ ഡീറ്റെയിൽഡ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ റെഡിയാക്കുവാണ്. പിന്നെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വെട്ടി അതിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുവാണ്. അതായത് കസ്റ്റമർ നമുക്കൊരു ഡിസൈൻ തന്നിട്ട് ചെറിയ ചേഞ്ചസൊക്കെ നമ്മൾ വരുത്തി റെഡിയാക്കി എടുത്തൊരു ഡിസൈനാണ് കേട്ടോ. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ എന്തെങ്കിലും ഡിഫറൻസ് വന്നാലും കുഴപ്പമില്ല എന്ന്. അപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ ചെയ്യുമ്പോഴേക്കും സെയിം ആ ഒരു ഡിസൈൻ നോക്കി ചെയ്താൽ പോലും ചിലപ്പോൾ കേക്ക് മൊത്തത്തിൽ മാറിപ്പോകാറൊക്കെ ഉണ്ട് കേട്ടോ. വേറൊരു ഡിസൈനായിട്ടൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇത് ഞാൻ ചുമ്മാ ആ ഒരു പ്രിൻ്റെല്ലാം അതുപോലെ തന്നെ വെച്ചിട്ട് പിന്നെ കുറച്ച് വള്ളിയും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ട് ഡിസൈനിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം വരുത്തി ചെയ്തൊരു കേക്കാണ്. കസ്റ്റമർ ഓക്കെ ആയിരുന്നു, അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, അവർക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ട് അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ എല്ലാം കൊടുത്തിട്ട് ആ കേക്ക് അങ്ങോട്ട് ഫിനിഷ് ചെയ്തു. പിന്നെ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എവിടെയോ ഒരു ഇല്ലായ്മ എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ ഞാൻ ആ നെയിം ചെയ്ത ആ ഒരു ക്രീം വെച്ചിട്ട് കുറച്ച് കുഞ്ഞ് ബഡ്സ് പോലെ ഇങ്ങനെ വെച്ച് കൊടുത്തു. അപ്പോൾ അതിൻ്റെ ലുക്ക് അങ്ങോട്ട് കംപ്ലീറ്റ് ആക്കി. പിന്നെ നമ്മളുടെ അടുത്ത കേക്ക് വന്നിട്ടും അതൊരു പെട്ടെന്ന് വന്ന കേക്കായിരുന്നു, ബട്ടർ സ്കോച്ച് കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആ ടോപ്പിലേക്ക് ആ ഒരു ഇത് കൊടുത്തിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുവാണ്. പിന്നെ ഇത് ഗനാഷാണ് കേട്ടോ. നമ്മളുടെ ബട്ടർ സ്കോച്ച് സോസ് അല്ല, ഗനാഷാണ്. എനിക്ക് ഈ കമൻറ്റ് ഉണ്ടായിരുന്നു ഇത് ഇങ്ങനെ സ്റ്റേബിളായിട്ട് നിൽക്കുന്നത് എങ്ങനെയാണെന്ന്. സോസ് ഒഴുകിപ്പോവും. അതുകൊണ്ട് തന്നെ ഞാൻ ബേക്കിങ് തുടങ്ങിയ ആ ഒരു സമയത്ത് തന്നെ സോസിൻ്റെ പരിപാടി അങ്ങോട്ട് നിർത്തിയതാണ്. നമ്മൾ ടോപ്പിംഗ് ആയിട്ട് എപ്പോഴും ഗനാഷ് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ കുറച്ചുകൂടെ ലൂസായിപ്പോയി. ഇത്തിരി ലൂസല്ല, ഇത്തിരി ചൂടോടെ ഒഴിച്ചതാണ്. ടൈമിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് കുറച്ച് ചൂടോടെ അങ്ങോട്ട് ഒഴിച്ചപ്പോഴേക്കും അത് കുറച്ച് ഒഴുകിപ്പോയതാണ്. കുറച്ചുകൂടെ നല്ല രീതിക്ക് നിൽക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ഗനാഷൊക്കെ നിൽക്കുന്ന രീതിയിൽ നമ്മളുടെ ഗനാഷുകൾ നിൽക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ഫോട്ടോ പ്രിൻ്റ് കേക്കായിരുന്നു. 2 kg കേക്കായിരുന്നു കേട്ടോ. റെഡ് വെൽവെറ്റിൽ 2 kg കേക്കായിരുന്നു. അപ്പോൾ അവർക്ക് ജസ്റ്റ് ഒരു ഫോട്ടോ പ്രിൻ്റ് കേക്ക് വേണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഫോട്ടോ അയച്ചു തന്നു. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് അങ്ങോട്ട് ചെയ്ത് കൊടുത്താണ്. ആനിവേഴ്സറി കേക്ക് ആയതുകൊണ്ടിട്ടാണ് ആ ഒരു റെഡ് ഡ്രിപ്പൊക്കെ കൊടുത്തത് കേട്ടോ. ഇതും ഒരു ആനിവേഴ്സറി കേക്കായിരുന്നു. 1/2 kg കേക്കായിരുന്നു. ഇതൊരു ബട്ടർ സ്കോച്ച് കേക്കായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ മറന്നുപോയി. ഓക്കെ, അപ്പോൾ ഇതും നമ്മളുടെ അടുത്ത വീട്ടിൽ അവർക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇത് സിമ്പിളായിട്ട് റെഡ് ഗനാഷൊക്കെ കൊടുത്തിട്ട് കുറച്ച് ഹാർട്ട്സൊക്കെ കൊടുത്തിട്ട് അതങ്ങോട്ട് റെഡിയാക്കുവാണ് കേട്ടോ. പിന്നെ ഈ ഹാർട്ട് ഞാൻ തലേന്ന് ഉണ്ടാക്കി വെച്ചതാണ്. നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ സോഫിയ ആശിഷ് ഒരു ഓർഡർ വന്നപ്പോൾ അവർക്കും ഇതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്ത് കൊടുത്തത്. അപ്പോൾ അതിൽ ബാക്കി വന്ന ഹാർട്ട്സാണ് ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഇത് രണ്ടും സ്പാനിഷ് ഡിലൈറ്റ് കേക്കാണ്. ഏകദേശം ഒരേ സമയത്ത് തന്നെ ഡെലിവറി ചെയ്യാനുള്ള കേക്കായിരുന്നു കേട്ടോ. അതായത് വൈകുന്നേരം 7 മണി തീരാറായി. കേക്കിൻ്റെ വർക്കൊക്കെ എല്ലാം തീരാറാകുന്ന സമയമാണ്. അപ്പോൾ രണ്ടും വൈകിട്ട് 7 മണിക്കുള്ള കേക്കായിരുന്നു. 2 കൂട്ടരും ഡിസൈനൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരെണ്ണം ആനിവേഴ്സറി കേക്കും ഒരെണ്ണം ബർത്ത്ഡേ കേക്കും ആയിരുന്നു കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് റെഡിയാക്കി കൊടുക്കുവാണ്. ചില സമയത്തൊക്കെ തലയിലൊരു പുകയായിരിക്കും. അപ്പോൾ ആ സമയത്തൊന്നും നമ്മൾക്ക് നല്ല ഡിസൈനൊന്നും ഓർമ്മ വരില്ല കേട്ടോ. നോക്കാനുള്ള സമയം നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്കെപ്പോൾ തോന്നിയെന്ന് വെച്ചാൽ ആനിവേഴ്സറി കേക്കിൽ കുറച്ച് റെഡ് ഹാർട്ട്സ് വെച്ച് കൊടുക്കാനാണ്. നമ്മൾ യൂഷ്വലി ചെയ്യുന്നതാണ് ആനിവേഴ്സറി കേക്കിൽ ഹാർട്ട്സ്. അപ്പോൾ റെഡും ഗോൾഡനും ഹാർട്ട്സ് വെച്ച് കൊടുത്തിട്ട് ആനിവേഴ്സറി കേക്ക് അങ്ങോട്ട് ചെയ്തു. 2 പേരുടെ ആനിവേഴ്സറി ഉണ്ടായിരുന്നു. പിന്നെ ബർത്ത്ഡേ കേക്കിൽ കുറച്ച് ചോക്ലേറ്റ് ഡെക്കറേഷൻസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും അങ്ങോട്ട് വെച്ച് കൊടുത്തു. അങ്ങനെ ഇന്നത്തെ പരിപാടി തീർന്നേക്കുവാണ്. അപ്പോൾ എല്ലാ കേക്കും കണ്ടിട്ട് എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
അടിപൊളി ഡിസൈൻസ് ഒന്നും അല്ലാന്ന് എനിക്കറിയാം, എന്നാലും ഒരു ദിവസത്തെ ഒരു വർക്ക് അങ്ങോട്ട് ഇട്ടതാണ് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.